അപ്പോൾ ഗൈസ് എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിതാ ഈ കാണുന്ന നല്ല അടിപൊളി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന നമ്മുടെ അടിപൊളി മുരിങ്ങയിലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതും ചട്ടിയിൽ നല്ല നാടൻ സ്റ്റൈലിലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ മുരിങ്ങയിലക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മുരിങ്ങയില ഓരോ ഇതളാക്കി മാറ്റി വെച്ച് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തതാണ് ആവശ്യമുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമുണ്ട്, ആവശ്യത്തിന് വെള്ളം ആവശ്യമുണ്ട്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ തേങ്ങയും ചെറിയുള്ളിയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത്. പിന്നെ കുറച്ച് കടുക്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മളൊരു 100 ഗ്രാം പരിപ്പെടുത്ത് വേവിച്ച് വെച്ചതാണിത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ മുളക് പൊടി, പിന്നെ 2 തക്കാളി എടുത്തതാ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലക്കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ആകെ ഇത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. നമ്മൾ ചട്ടിയിലാണ് നമ്മുടെ മുരിങ്ങയിലക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് നമ്മളെ അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ 2 തക്കാളി ഉണ്ടല്ലോ ചെറുത്, അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ട ആദ്യം ചേർക്കേണ്ട എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഇവിടെ കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്താനും ആരും മറക്കരുതേ. അപ്പോൾ നമുക്കിതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗൈസ് നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ കൂടി ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആ തക്കാളി ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ്. മുരിങ്ങയില ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം പറയാം. നമ്മൾ ആദ്യം തന്നെ മുരിങ്ങയെന്ന് ഒടിച്ചിട്ട് അത് ഓരോ അല്ലിയായിട്ട് മാറ്റി നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത ശേഷമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കേണ്ട. ഇതിൽ പുഴുവൊക്കെ വന്ന് കിടക്കാനുള്ള സാധ്യത ഉണ്ട്. മുരിങ്ങയില നമ്മുടെ കറിയിലേക്ക് ചേർത്ത ശേഷം അത്യാവശ്യം നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ച് വരണം. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ മുരിങ്ങയിലയുടെ കറി. നമ്മുടെ ശരീര സൗന്ദര്യത്തിൻ്റെ വർധനവിനും, അതുപോലെ തന്നെ നമ്മുടെ അസ്ഥികളുടെയൊക്കെ ഉറപ്പിനും, നമ്മുടെ മുടി കൊഴിച്ചിലിനും, ഷുഗർ, പ്രഷർ എന്നിവ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഔഷധ ഇലയാണ് മുരിങ്ങയില എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഒരുപാട് പങ്ക് മുരിങ്ങയില വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഇവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് തിളക്കട്ടെ. തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഏതായാലും ഇത് തിളച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ മുരിങ്ങയില അടുപ്പത്ത് കിടന്ന് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി മിക്സിയിൽ അടിച്ച് എടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ചേച്ച ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ മുഴുവൻ നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടി ചേർത്തത് അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്കൊരു അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കറി കുറച്ചൊരു ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇതൊന്നുകൂടെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഗൈസ് നമ്മുടെ മുരിങ്ങയിലക്കറി ഇത് അടുപ്പത്ത് കിടന്ന് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് മറ്റൊരു പാത്രം ഇവിടേക്ക് വെക്കണം. ശേഷം നമ്മൾ അടുപ്പത്ത് മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വറവിടലാണ് നമ്മുടെ അടുത്ത പരിപാടി. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് ഇവിടെ കിടന്നിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. മുഴുവനായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറവിടണം. കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ കറിവേപ്പില മുഴുവൻ അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. കടുക് മുഴുവൻ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരെ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ
നമ്മൾ വറവ് കൂടി നമ്മുടെ മുരിങ്ങക്കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മുടെ മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ.